തിരുവനന്തപുരത്ത് മലയാളം പള്ളിക്കൂടത്തിൽ കുട്ടികളുമായി സംവദിക്കാനെത്തിയ എം.ടി. വാസുദേവൻ നായർ ബോർഡിൽ കുറിച്ച വരികളാണ് പിന്നീട് കേരളത്തിൻ്റെ ഭാഷാ പ്രതിജ്ഞയായി മാറിയത്. മലയാളം പള്ളിക്കൂടം അധ്യക്ഷനായ കവി മധുസൂദനൻ നായരുടെ അഭ്യർത്ഥന പ്രകാരം ഈ വരികൾ സംസ്ഥാന സർക്കാർ 2018 ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞയായി അംഗീകരിച്ചു. മലയാളം പള്ളിക്കൂടത്തിൽ കുട്ടികളുമായി സംവദിക്കാനെത്തിയ എം.ടി. ബോർഡിൽ കുറിച്ച അക്ഷരങ്ങൾക്ക് ജീവൻ വച്ചു. നമ്മുടെ മാതൃഭാഷയുടെ ആത്മാവായി ആ വരികൾക്ക് ചിറകുമുളച്ചു. ഞാൻ ഒരു പേന എടുത്തു കൊടുത്തപ്പോൾ അത് ഉടൻ തന്നെ എന്തെങ്കിലും എഴുതണം എന്ന് പറഞ്ഞപ്പോൾ ഒരു അരമിനിറ്റിനുള്ളിൽ എഴുതിയ കുറച്ച് വാക്യങ്ങളാണ് നമ്മുടെ കേരള സർക്കാർ ഞാൻ അപേക്ഷിച്ചനുസരിച്ച് മലയാളത്തിൻ്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞയായി അംഗീകരിച്ചതും. അങ്ങനെ അംഗീകരിച്ചിട്ട് മുഖ്യമന്ത്രിയോട് പ്രത്യേകിച്ച് ഞാൻ അപേക്ഷിച്ചനുസരിച്ച് അദ്ദേഹം അത് ഔദ്യോഗിക ഭാഷയാക്കി പ്രഖ്യാപിച്ചിട്ട് ഞാൻ തയ്യാറാക്കി കൊടുത്ത ആ ഫലകം അദ്ദേഹം തന്നെ കേരള സെക്രട്ടേറിയറ്റിൻ്റെ ദർബാർ ഹാളിൽ ഉദ്ഘാടനം ചെയ്തു അനാച്ഛാദനം ചെയ്തതും ഈ അദ്ദേഹത്തിൻ്റെ എം.ടിയുടെ അക്ഷരകർമ്മത്തോടുള്ള ഒരു മഹത്തായ ആദരവായിട്ട് മാത്രമല്ല ഞാൻ കാണുന്നത്, മറിച്ച് വരും തലമുറകൾക്ക് ഈ അക്ഷരപുരുഷനിൽ കൂടെ ഒരു നാടിൻ്റെ മനസ്സ് ശക്തി പ്രാപിക്കാനുള്ള ഉപാധിയായിട്ടും കൂടിയാണ് ഗവൺമെൻറ് അത് ചെയ്തത് എന്ന് ഞാൻ വിചാരിക്കുന്നു. എം.ടിയുടെ ശബ്ദത്തിൽ തന്നെ ലോകം ഉള്ളിടത്തോളം കാലം ഈ വരികൾ മലയാളികളുടെ ചെവിയിൽ കവിത പോലെ പെയ്തിറങ്ങിക്കൊണ്ടിരിക്കും. മലയാളമാണ് എൻ്റെ ഭാഷ. എൻ്റെ ഭാഷ എൻ്റെ വീടാണ്, എൻ്റെ ആകാശമാണ്, ഞാൻ കാണുന്ന നക്ഷത്രമാണ്, എന്നെ തഴുകുന്ന കാറ്റാണ്, എൻ്റെ ദാഹം ശമിപ്പിക്കുന്ന കുളിർവെള്ളമാണ്, എൻ്റെ അമ്മയുടെ തലോടലും ശ്വാസനയുമാണ്. ഏത് നാട്ടിലെത്തിയാലും ഞാൻ സ്വപ്നം കാണുന്നത് എൻ്റെ ഭാഷയിലാണ്. എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ്. നിർഭൻ ചക്രവർത്തി, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.